ഇതാരുടെ പ്രശ്നമായാണ് രാഹുൽ മനസ്സിലാക്കുന്നത്? ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അതിനു പിന്നാലെ പോകുന്ന നമ്മുടെയോ? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ശബരിമലയിൽ 1000 വർഷം മുമ്പ് വാവരുസ്വാമി തൊട്ട് അബ്ദുൽ കലാമിനെയും പാണക്കാട് ശ്രീ മുഹമ്മദ് തങ്ങളെയും ആദരിക്കുന്ന ആരാധിക്കുന്ന ഒരു സാധാരണ മലയാളിയാണ് ഞാൻ. രണ്ട്, ചരിത്രത്തിൽ നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ മകനെ പാകിസ്ഥാൻ വാദികൾ കാശ് കൊടുത്തു മതം മാറ്റിയപ്പോൾ അതിനെ എതിർത്ത മൗലാന അബ്ദുൽ കലാം ആസാദും ഇന്ത്യ വിഭജിക്കപ്പെടാതിരിക്കാൻ ഇന്ത്യയിലെ എല്ലാ സ്ഥാനത്തേക്കും മുസ്ലിങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ ഗാന്ധിജിയും ജനിച്ച നാടാണ്. മൂന്ന്, എല്ലാ ഹിന്ദുക്കളും വേട്ടക്കാരും ആണെന്നും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളുമാണെന്ന് പറയുന്ന രണ്ട് മതങ്ങളിലെയും ഹാർഡ് ലൈനേഴ്സ് ഇതിൽ നിന്ന് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അബ്ദുള്ള സാർ നേപ്പാളിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. സാർ, നമുക്ക് നേപ്പാളിലേക്കോ സൗദി അറേബ്യയിലേക്കോ പാകിസ്ഥാനിലേക്കും പോകണ്ട. ചരിത്രം ഒരുപാട് പറയേണ്ടി വന്നാൽ പറയുന്നത് കൂടുതൽ മറ്റു ചിലരായിരിക്കും എന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. ഇനിയും പ്രണയത്തിന്റെ കാര്യം. ഷാറൂഖ് ഖാന്റെ ഭാര്യ ഹിന്ദുവാണ്. ഷാറൂഖ് ഖാൻ ആ കുട്ടിയെ മതം മാറ്റിയില്ല. രാമായണവും ഖുറാനും ഒരേപോലെ വെക്കുന്ന ഒരു വീട്ടിലാണ് അവർ ജീവിക്കുന്നത്. ഇവിടെ പ്രശ്നം മതത്തിന്റെ പേരിൽ മതം മാറ്റം നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. നിർബന്ധിത മതപരിവർത്തനം. ഇനിയും ലവ് ജിഹാദ് ഇല്ല എന്നല്ല. ലവ് ജിഹാദ് എന്ന വാക്കിനോട് അന്നും എനിക്ക് വിയോജിപ്പാണ്, ഇന്നുമാണ്, നാളെയുമാണ്. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം എന്ന വിഷയം നമ്മൾ അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, രാഹുൽ, എന്താണ് ഈ നിർബന്ധിത മതപരിവർത്തനം? ആളുകളെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ പണം നൽകിയും ഒക്കെ മതപരിവർത്തനം, പണം നൽകി ഒരു പക്ഷേ സാധിക്കുമായിരിക്കും. വളരെ ദരിദ്രമായ ചുറ്റുപാടിലുള്ളവരെ അങ്ങനെ ആ തരത്തിൽ സഹായിച്ചുകൊണ്ട് ഒരു മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന തുടർച്ച നമ്മുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഒരു മതത്തിലേക്ക് ആളുകളെ മാറ്റാൻ മാത്രം ദുർബലമാണോ നമ്മുടെ ആളുകൾ? ആരെങ്കിലും നിർബന്ധിച്ചാൽ ഉടൻ മാറാൻ കഴിയുന്നത്ര ദുർബലമാണോ? അങ്ങനെയെങ്കിൽ അവരുടെ മതത്തിന്റെ പ്രശ്നമല്ലേ അത്? കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മനുഷ്യനായ മഹാത്മാഗാന്ധിയുടെ മകനെ പോലും അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഈ പാവപ്പെട്ട പെൺകുട്ടികളെയോ പിന്നോക്കക്കാരുടെയോ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലവ് ജിഹാദ് ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആ പ്രചരണത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവിന് മനം നൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇതൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് സംഘടിത പ്രവർത്തനങ്ങളില്ല എന്ന് പറയുന്നത് സത്യമാണ്, അംഗീകരിക്കുന്നു. പക്ഷേ മതത്തിന്റെ പേരിൽ, പ്രണയത്തിന്റെ പേരിൽ മതം മാറുന്നുണ്ട് എന്ന വിഷയം ഗൗരവമായി സൂചിക്കണം. രണ്ട്, ഇത് മുസ്ലിങ്ങളെല്ലാം അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ? രണ്ടുപേർ പ്രണയത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു പക്ഷേ ഒരാൾ പറയുന്നുണ്ടാവും നീ എന്റെ മതത്തിലേക്ക് വരണമെന്ന്. ആ മതത്തിലേക്ക് വരണമോ എന്ന് മറ്റേ വ്യക്തിക്ക് തീരുമാനിക്കാം. അത് നിർബന്ധിതമാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിന് അല്ലെങ്കിൽ നമുക്കൊക്കെ ഇടപെടാൻ എന്ത് അധികാരം? 100% പ്രണയിക്കുമ്പോൾ നീ എന്റെ കൂടെ വരണമെന്നും നമുക്ക് സിനിമയ്ക്ക് പോകാമെന്നും കടലിൽ പോകാമെന്നും ഹോട്ടലിൽ പോകാമെന്നും ശരീരം പങ്കിടാമെന്നും പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ പ്രണയിക്കുമ്പോൾ മദ്രസയിൽ കൂടെ വരണമെന്നും മതം മാറണമെന്നും പറയുന്നവൻ കാമുകനല്ല, അവൻ പ്രണയിതാവല്ല. രണ്ട്, സ്മൃതിയോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ലവ് ജിഹാദിന്റെ ഇരയായി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന വ്യക്തി ഷൈജു ഒരു ഹിന്ദുവാണ്. ഹിന്ദുവിനെതിരെ തേജസ് എന്ന് പറയുന്ന ദിനപത്രം, അതായത് ഒസാമ ബിൻ ലാദൻ രക്തസാക്ഷിയാണെന്ന് പറയുന്ന ദിനപത്രം അടിച്ച വാർത്തകളാണ്. എന്നും ഓർക്കുക, ഒരു മുസ്ലിം സഹോദരനെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുക. പക്ഷേ ഇങ്ങനൊരു വിഷയമുണ്ട്, അതിനെ പരിഗണിക്കാതെ വിടുകയാണെങ്കിൽ അത് അപകടമേ ചെയ്യൂ. അതോടൊപ്പം തീവ്ര ഇടതും ഇസ്ലാമിക ഹാർഡ് ലൈനേഴ്സും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പ്രചരണത്തിനാണ് തുടക്കമെങ്കിൽ തീർച്ചയായും ഈ വിഷയം അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു വിഷയമില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിനും ഇന്റലിജൻസിനും ഒന്നും കണ്ടെത്താത്ത കാര്യങ്ങളാണോ താങ്കൾ കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കണ്ടെത്തുന്നത്? SNDP യോഗം പോലുള്ള സംഘടനകൾ വരെ ഇത്തരം ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. 4 ലക്ഷം രൂപ നൽകിയാണ് മതപരിവർത്തനം നടത്തുന്നതെന്ന്. അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റി പാകിസ്ഥാനിൽ ചുവന്ന തെരുവിൽ എത്തിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വളരെ മോശമായ ആരോപണങ്ങൾ വരെ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാൻ എന്തുകൊണ്ട് ഈ സംഘടനകൾ തയ്യാറാവുന്നില്ല? താങ്കൾ തയ്യാറാവുന്നില്ല? മുസ്ലിങ്ങളെല്ലാം തീവ്ര സ്വരക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ചില ഹിന്ദു തീവ്രവാദികളും ഹിന്ദുക്കളെല്ലാം വേട്ടക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ചില മുസ്ലിം തീവ്രവാദികൾക്കും ഈ വിഷയം ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അഥവാ ഹിന്ദു ജാഗ്രതയുടെ വെബ്സൈറ്റ് കണ്ടിട്ടാണോ DGP 4000 പെൺകുട്ടികളെ കാണില്ല എന്ന് പറഞ്ഞ് കോടതി കൊടുത്തത്? ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്പർ 18 ജഡ്ജി KT ശങ്കരന്റെ വിധിയിൽ വന്നപ്പോൾ വ്യക്തമായ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. ഒരു വെബ്സൈറ്റ് നോക്കിയിട്ടാണോ ഹൈക്കോടതിയിലെ ജഡ്ജിയും DGP ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചത്? അപ്പോൾ ഇതൊരു കൗണ്ടർ പ്രൊപ്പഗാൻഡയ്ക്ക് തുടക്കം ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളും കൂടെ അടിച്ചു തീർത്തോട്ടെ. പക്ഷേ പകരം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം, കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ, BJP ആകട്ടെ, ഇതിൽ ഒരു പൊതു നിലപാടെടുക്കുകയും സമൂഹത്തിൽ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അങ്ങനെ സമൂഹത്തിൽ ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ആരുടെ വിഷമമാണ് അറിയേണ്ടത്? മതം മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മതം മാറാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തി
മറ്റേ വ്യക്തിക്ക് മതം മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാറാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ സമൂഹം എന്തിന് ഇതേക്കുറിച്ച് തലവേദന എടുക്കുന്നു? 100% മതം മാറാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, മതം ഇല്ലാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നിർബന്ധിത മതപരിവർത്തനമാണ്. ജസ്റ്റിസ് KT ശങ്കരന്റെ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ എന്തുകൊണ്ട് സർക്കാർ ഒരു നിയമത്തെക്കുറിച്ച് ചിന്തിച്ചൂടാ? ഇവിടെ രാഹുൽ, ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞിരിക്കുന്ന വിധിയിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായ വാചകങ്ങൾ പറയാൻ ഇപ്പോൾ ബ്ലോഗറായ കിരൺ തോമസ് നമുക്കൊപ്പം ഉണ്ട്. കിരൺ, പറയാം, എന്താണ് അതിൽ കൃത്യമായി പറയുന്ന വാചകങ്ങൾ? എന്താ ചെറിയ പ്രശ്നമുണ്ട്. ജസ്റ്റിസ് KT ശങ്കരന്റെ വിധിക്ക് മുകളിൽ മറ്റൊരു വിധി വന്നിട്ടുണ്ട്. ജസ്റ്റിസ് KT ശങ്കരന്റെ വിധിയിൽ എന്തും ഉണ്ടായിക്കോട്ടെ, അതൊരു കീഴ്ക്കോടതി വിധിയാണ്, അതൊരു കോടതി വിധിയൊന്നുമല്ല. ഈ ഷൈൻഷാ എന്ന് പറയുന്ന ആ യുവാവിന്റെ ജാമ്യഹർജി, മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുമ്പോൾ നടത്തിയിട്ടുള്ള പരാമർശമാണത്. അത് അവസാന വാക്കല്ല. അതിനുശേഷം KT ശങ്കരൻ ഉത്തരവിട്ടതിന് അടിസ്ഥാനത്തിലുള്ള ഈ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള ഈ വിവാദത്തിൽ അന്വേഷണം നടന്നു. അതിനുശേഷവും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് KT ഒരു കീഴ്ക്കോടതി വിധിക്ക് മുകളിൽ അതിന് മുകളിൽ ജഡ്ജിമെന്റ് ഉണ്ടായിട്ട് കീഴ്ക്കോടതി വിധി ഉയർത്തി കാണിക്കുന്ന എന്ത് ന്യായമാണ്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് മുകളിൽ DGP എന്തോ വളരെ കൃത്യമായ ചോദ്യം അതാണ്. DGP അങ്ങനെ റിപ്പോർട്ട് കൊടുക്കും, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ അല്ലാത്ത റിപ്പോർട്ട് കൊടുത്തു? പിന്നെ എന്തുകൊണ്ട് അങ്ങനെ അല്ലാത്ത വാർത്തകൾ പുറത്തു വന്നു? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വളരെ തെറ്റായ പ്രചരണം, ആ തെറ്റായ പ്രചരണത്തിൽ DGP കൂട്ടുന്നതൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനുശേഷം വന്നിട്ടുള്ള വാർത്തകൾ, ഇതേ DGPയുടെ കീഴിലുള്ള പോലീസിന് പിന്നീട് അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ എത്ര മാധ്യമങ്ങളിൽ പരമ്പരയുണ്ടായി, BJP നേതാക്കന്മാർ എത്ര പ്രസ്താവന നടത്തി, ഈ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് യുവതികളെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി ആരോപിച്ചത് ആരാ? BJP നേതാവല്ലേ? അപ്പം ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരൊന്ന് CNN IBN പോയി ചാനലിൽ ചർച്ച നടത്തിയിട്ടുള്ളതല്ലേ? അപ്പോൾ എവിടെയാണ് ഈ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ തലക്കാട്ട് അച്ഛൻ പറഞ്ഞു ഈ വിഷയത്തിൽ അവർക്ക് അതിയായ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. അങ്ങനെ തെറ്റ് തിരുത്തേണ്ട നിങ്ങൾ പഴയ പത്രം എടുത്ത് വായിക്കണം, പഴയ പ്രചരണങ്ങൾ വായിക്കണം. ജസ്റ്റിസ് KT ശങ്കരന്റെ വിധി അല്ല ഇതിൽ വിധി. ജസ്റ്റിസ് KT ശങ്കരന്റെ വിധി മാത്രം ഉന്നയിച്ചുകൊണ്ട് അതിന് മുകളിൽ വന്ന എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കുന്നത് അത് ന്യായമല്ല എന്നാണ് അഭിപ്രായമാണ് എനിക്കുള്ളത്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിനൊരു മറുപടി നൽകേണ്ടതുണ്ട്. ജസ്റ്റിസ് ശശിധരന്റെ വിധി വന്നിട്ടുണ്ട്. ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആരോപണമാണ് ഇത്, ഇതിന് പിന്നാലെ പോകേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ ജസ്റ്റിസ് ശശിധരൻ വിധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് രാഹുൽ മറക്കുന്നു? എനിക്ക് അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ തമ്മിൽ കീഴ്ക്കോടതിയും മേൽക്കോടതിയും ആകുന്നത്? എങ്ങനെയാണ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി മറ്റൊരു ജഡ്ജിയുടെ കീഴിലാകുന്നത്? 2 വ്യത്യസ്ത കേസുകളിൽ, ഒന്ന് KT ശങ്കരന്റെ മുമ്പിലുള്ള മുൻകൂർ ജാമ്യം കേസിലും ശശിധരൻ നമ്പ്യാർ മറ്റൊരു കേസിലുമാണ് വന്നത്. കോടതി വിധികളിലെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഔചിത്യമല്ലെങ്കിൽ പോലും. ജസ്റ്റിസ് KT ശങ്കരന്റെയും ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരുടെയും വിധികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് ഈ വേട്ടയാടപ്പെടുന്നു എന്ന് പറയപ്പെടുന്നവർ കോടതിയെ അപ്രോച്ച് ചെയ്ത് വ്യക്തത വരുത്താൻ പറഞ്ഞില്ല? എന്തുകൊണ്ട് DGPക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്തില്ല? എന്തുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കാൻ മുന്നോട്ട് വന്നില്ല? ഈ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് DGPയുടെ റിപ്പോർട്ടുകൾ ഇരിക്കുമ്പോൾ, KT ശങ്കരന്റെ വിധി ഇരിക്കുമ്പോൾ, ആ വിധിയെ അല്ല ശശിധരൻ നമ്പ്യാർ മറ്റൊരു കേസിലാണ് പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ, 2 വിധികൾ തമ്മിൽ തർക്കമുണ്ടാകാം. എന്തുകൊണ്ട് ഇരകളായി എന്ന് പറയപ്പെടുന്നവർ കോടതിയിൽ പോയി വ്യക്തത വരുത്താൻ ഇതുവരെ തീരുമാനിച്ചില്ല? എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം, CPMന്റെ നേതൃത്വമായ VS അച്യുതാനന്ദൻ 20 വർഷത്തിനകം കേരളത്തെ ഇസ്ലാമൈസ് ചെയ്യാൻ ഇസ്ലാമിക തീവ്രവാദി സംഘടന ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായ നിരീശ്വരവാദി അച്യുതാനന്ദനാണ്. ഒരു വരി കൂടി, തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാണെന്ന് പറയുകയാണെങ്കിൽ, നാളെ വർഗീയവാദികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദു ജനതയെ പറയും അത് ഞങ്ങൾക്കെതിരെ പറയുകയാണെന്ന്. നമുക്ക് വർഗീയതയും വേണ്ട, തീവ്രവാദവും വേണ്ട.